ONVയുടെ ഓർമ്മകൾ മായാതെ നിൽക്കുകയാണ് കൊല്ലം ചവറയിലെ തറവാടായ നമ്പ്യാടിക്കൽ വീടും ശങ്കരമംഗലം സ്കൂളുമെല്ലാം. തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ ശേഷവും സമയം കിട്ടുമ്പോഴെല്ലാം ജന്മനാട്ടിലേക്ക് വന്നെത്തുമായിരുന്നു. തറവാട്ടുമുറ്റത്തെ എഴുത്തുപുരയും സ്കൂളിന് മുന്നിലെ നെല്ലിമരവുമെല്ലാം ONVയുടെ സ്മാരകമായി ഇനി ചവറയിലുണ്ടാകും. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. ഇനി ഈ മുറ്റത്തെത്താനോ നെല്ലിമരമൊന്നുലുത്തുവാനോ ONV എത്തില്ല. എഴുത്തിന്റെ ആദ്യപാഠങ്ങൾ കുറിച്ചിട്ട നമ്പ്യാടിക്കലെ വീടും ഇവിടുത്തെ പ്രകൃതിയുമെല്ലാം ONV ഓർമ്മകളുടെ സ്മാരകമായിട്ടുണ്ടാകും എന്നും. മലയാളത്തിന്റെ കവി ജനിച്ചതും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതും ചവറയിൽ നിന്നായിരുന്നു. കരിമണലിന്റെ ലോകവും പ്രകൃതിയുടെ മാസ്മരികതയും കവിയെ പരിചയപ്പെടുത്തിയതും ചവറ തന്നെ. മുറുകയൻ ഷർട്ടും കാക്കി ട്രൗസറും ഇട്ട് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് പോയിരുന്ന ആ ചെറിയ കുട്ടിയെ ഇന്നും ശങ്കരമംഗലം സ്കൂളിലെ സഹപാഠികൾ ഓർക്കുന്നുണ്ട്. അല്ല, ആരും കൂട്ടുകാരൊന്നുമില്ല, ഒരു മനുഷ്യരും ഇല്ല കൂട്ട്. ഒറ്റയ്ക്കാണ് യാത്ര ഇവിടുന്ന്. ഞങ്ങൾ പിന്നെ പുറവിനൊക്കെ പോകുന്നവരാ. അങ്ങനെ ശങ്കരമംഗലത്ത് പോകും. മരിച്ച അമ്മക്ക് അങ്ങേയറ്റത്തെ സങ്കടമുണ്ട് മക്കളെ, അങ്ങേയറ്റത്തെ സങ്കടമുണ്ട്. ശങ്കരമംഗലം സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്തായിരുന്നു ONVയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് ദിശാബോധം ലഭിച്ചതും. ജോലി കിട്ടി ചവറയോട് വിട പറഞ്ഞെങ്കിലും എഴുത്തിന്റെ ലോകത്തെ കൈപിടിച്ച് നടത്തിയ സ്വന്തം നാട്ടിലേക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ONV എത്തുമായിരുന്നു. കാലത്തെ അതിജീവിക്കുന്ന ONV കവിതകളെ പോലെ കവിയുടെ ഓർമ്മകളും ഇവിടെ ഉണ്ടാകും. സ്കൂൾ മുറ്റത്തെ കിണറിലെ പച്ചവെള്ളത്തിന്റെ മധുരം നുണഞ്ഞ് ഇനിയും തലമുറകൾ ആ കവിതകൾ മൂളി നടക്കും. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.